കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പാൽപ്പേടയുടെ അതേ രുചിയിൽ നമുക്ക് പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാം. അത് ഭയങ്കര സിമ്പിളാണ്. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഞാനിപ്പോൾ ഒരു 300 മില്ലി പാലെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ പാലൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ പാല് നന്നായിട്ട് ചൂടായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 200 ഗ്രാം പഞ്ചസാരയുണ്ട്. ഇതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര അലുത്ത് വരുമ്പോൾ പാലൊന്ന് ലൂസായി വരുവേ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. ഇത് നമ്മുടെ പേടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ട് പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നെയ്യ് മെൽറ്റ് ആവണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഇത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് മേടിച്ചത്. അതാണിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഇത്തിരിയുടെ വലിയ പാത്രമായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇളക്കായിരുന്നു. ഞാൻ എടുത്തപ്പോൾ ചെറിയ പാത്രമായി പോയി. എന്നാലും കുഴപ്പമില്ല. ഇത് വറ്റി കിട്ടുമ്പോൾ കുഴപ്പമില്ല. ഇളക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കട്ടകളൊക്കെ പതുക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. കട്ടകൾ പൂർണ്ണമായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടൂല. അത് കുഴപ്പമില്ല. പാല് വറ്റി വരുമ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഇത്തിരി കുങ്കുമപ്പൂവാണ്. ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരാനില്ല. ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ കട്ടയൊക്കെ പോണത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട ഈ രീതിയിൽ കട്ടകളുണ്ട്. പാൽപ്പൊടിയുടെ കട്ടയാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് വറ്റാൻ തുടങ്ങും. വറ്റി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വറ്റിച്ചെടുക്കാം. കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു 10 മിനിറ്റ് ആവുമ്പോൾ വറ്റി തുടങ്ങുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് 1 സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ പാനിൻ്റെ അടിയിൽ നിന്ന് വിട്ടുപോരുന്ന പാകമാണ്. നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ പാനിൻ്റെ അടിയിൽ നിന്ന് വിട്ടുപോരണം. ഇപ്പം അതായിട്ടില്ല. നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി അതൊരു 5 മിനിറ്റും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പം നോക്കിക്കുക, പാനിൻ്റെ അടിയിൽ നിന്നൊക്കെ അത്യാവശ്യം വിട്ടുപോകുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും സമയം മതി. നമുക്ക് നല്ല രീതിയിൽ പേട ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നല്ല ബ്രൗൺ ഷെയ്ഡിലായി വന്നിട്ടുണ്ട് ഇത്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പോൾ വന്നൊരു മണം ഉണ്ടല്ലോ, നമ്മുടെ പാല് വെന്തിട്ട് നെയ്യും പഞ്ചസാരയും കൂടെ ചേർന്നിട്ടുള്ളൊരു മണം. എന്ത് രസമുള്ള മണമെന്നറിയാവോ അത്. നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് നമ്മൾ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല പേടയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. മിൽമയുടെയൊക്കെ പേട നമ്മൾ കടയിൽ നിന്ന് മേടിക്കൂലേ, ശരിക്കും അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഒരു തവണയെങ്കിലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. പാനിൻ്റെ അടിയിൽ നിന്ന് മുഴുവനായിട്ടും വിട്ടുപോരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഗ്യാസ് ഓഫ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇപ്പം നല്ല കട്ടിയായി. ഇനി നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നത്. കയ്യിലൊരു ലേശം നെയ്യ് തടവിയിട്ട് നമുക്ക് കുഴച്ചു തുടങ്ങാം. നെയ്യ് തടവിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആവശ്യത്തിന് നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ കയ്യിലേക്ക് പെട്ടെന്ന് അതങ്ങ് കയറി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ നെയ്യ് ചേർക്കണത്. കയ്യിലൊന്ന് നെയ്യ് തടവിയിട്ട് പറ്റണത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് ബോളാക്കി ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാവേ. ഞാൻ ചെറിയ ചെറിയ ബോളായിട്ടാണ് എടുക്കുന്നത്.
എന്നിട്ട് അത് ചെറുതായിട്ട് കയ്യിൽ വെച്ച് നമ്മൾ പരിപ്പോടയ്ക്കൊക്കെ പരത്തണ പോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിനകത്ത് പിസ്തയുടെ പീസോ ബദാമിൻ്റെ പീസോ എന്തെങ്കിലും നമുക്ക് വച്ച് ഒന്ന് അലങ്കരിച്ചൊക്കെ എടുക്കാം. പേട മുഴുവനും നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടി പിസ്തയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഒരെണ്ണം വേറൊരു ഷേപ്പിലൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നുണ്ട്. നീളത്തിലുള്ള പേടയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. ഞാനിത് പല തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് മാത്രമാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ട് ഇതേപോലെ നീളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ബോളാക്കിയിട്ട് ഒന്ന് പരത്തി നമുക്ക് ഇതേപോലെ പിസ്തയൊക്കെ വെച്ചൊന്ന് അലങ്കരിച്ചിട്ട് വയ്ക്കാം. അപ്പം നമ്മുടെ പേട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.